ഇറാനെതിരെ US-ഇസ്രായേൽ യുദ്ധം ആഗോള ഊർജ്ജ വിപണികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എണ്ണ ഗതാഗതം വരും ആഴ്ചകളിൽ പൂർണ്ണമായും നിലച്ചേക്കാമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ രാജ്യങ്ങൾ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരുമായി ദീർഘകാല ഊർജ്ജ സഹകരണം പുനഃസ്ഥാപിക്കാൻ റഷ്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപൂർവ്വദേശത്തെ സ്ഥിതി ആഗോള വിതരണത്തെ തടസ്സപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പ്രതിസന്ധി എണ്ണവില കുത്തനെ ഉയർത്തുകയും വിശാലമായ സാമ്പത്തിക താൽപര്യത്തിന് ഭീഷണിയാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റഷ്യയിലെ പ്രമുഖ എണ്ണവാതക കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ടെലിവിഷൻ കൂടിക്കാഴ്ചയിൽ പുടിൻ പറഞ്ഞു. ഒരു ദിവസം മുമ്പ് എണ്ണവില ബാരലിന് $100 കടന്ന് 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി. യുദ്ധം മൂലം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്നാണ് ഈ കുതിച്ചുചാട്ടം. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വിതരണത്തിന്റെ ഏകദേശം 1/5 ഈ മേഖലയിലൂടെയാണ് നടക്കുന്നത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ആഗോള ഊർജ്ജ വിപണികളിൽ ഗുരുതരമായ തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് റഷ്യ വളരെക്കാലമായി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന എണ്ണ ഉൽപാദനം അടുത്ത 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിലയ്ക്കാൻ സാധ്യതയുണ്ടെന്നും സംഭരണികൾ എണ്ണ കൊണ്ട് നിറയുകയാണെന്നും പുടിൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ 2ാമത്തെ വലിയ എണ്ണ കയറ്റുമതിക്കാരായ റഷ്യക്ക് നിലവിൽ വിപണി സാഹചര്യങ്ങളുടെ നേട്ടം കൈവരിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോസ്കോയിലെ ഊർജ്ജ കമ്പനികൾ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും റഷ്യൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.